ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ കുറുമൻ്റെ റെസിപ്പി കണ്ടാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ചോറിനും ചപ്പാത്തിക്കും ഇഡലിയും ദോശ എല്ലാത്തിനും പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ ഈ കുറുമ. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ ഈ കുറുമ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് 1 കപ്പ് സോയാബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുതിർത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതൊന്ന് തയ്യാറാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലോട്ട് പട്ട, ഏലക്ക, പിന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക കുറച്ച്. അതിലോട്ട് കസകസ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട്. പിന്നെ പട്ട ഗ്രാമ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണില്ല. അതിലോട്ട് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ അരച്ചതുകൊണ്ട് ഇതിൽ ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഈ കുറുമ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിലോട്ട് പിന്നെ ഒരു വലിയ സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ക്യാരറ്റ്, ബീൻസ്, പട്ടാണി, പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങും സോയാബീൻസ് എല്ലാ വെജിറ്റബിളും ഏകദേശം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് മാത്രം ചേർത്താലും മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഞാൻ ഇതിലൊരു മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് ചേർക്കുമ്പോൾ അടിപൊളി മണമാണ് ഇതിനുണ്ടാവുക. നമുക്ക് ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ കഴിക്കണ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവുക. വെജ് കുറുമയാണെന്ന് പറയുകയില്ല, നല്ല മണമായിരിക്കും കേട്ടോ മട്ടൻ്റെ മസാല ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഞാൻ എല്ലാ ഭാഗത്തും എത്തണ പോലെ. എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അത് ജാറ് കഴുകിയിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡിയാണ്. ഇത് സത്യം പറയുകയാണെങ്കിൽ 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ നേരത്തെ മുറിച്ച് വെക്കണം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഒരു തവണ ഇതുപോലെ ഒന്ന് വെജ് കുറുമ വെച്ച് നോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.